അപകടത്തിൽപ്പെട്ടയാൾക്ക് എതിരെ കേസെടുത്ത സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ. SP VG വിനോദ് കുമാർ, തിരുവല്ല DYSP നന്ദകുമാർ, CI സന്തോഷ് എന്നിവർക്കെതിരെയാണ് റിപ്പോർട്ട്. കഴിഞ്ഞ മാസം 30-ന് VG വിനോദ് കുമാറിന്റെ സ്വകാര്യ വാഹനമാണ് അപകടമുണ്ടാക്കിയത്. എന്നാൽ പരിക്കേറ്റ കാൽനട യാത്രക്കാരനായ നേപ്പാൾ സ്വദേശിക്കെതിരെയാണ് തുടർന്ന് കേസെടുത്തത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അനന്തൻ, അന്നു തന്നെ നമ്മൾ ബ്രേക്ക് നോവൽസിൽ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ സ്വകാര്യ വാഹനം കാൽനട യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിക്കുന്നു. നാട്ടിൽ നിലവിലുള്ള നടപടിക്രമം അനുസരിച്ച് വാഹന ഉടമയ്ക്കെതിരെയാണ് സാധാരണഗതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുക. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ് ജീവിക്കുമോ മരിക്കുമോ എന്ന് പോലും അറിയാത്ത സ്ഥിതിയിൽ ആശുപത്രിയിൽ കഴിഞ്ഞ ഒരാൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ പോലും കിട്ടാത്ത നടപടിയിലേക്കാണ് പോലീസ് അന്ന് പോയത്. അത് അധികാര ദുർവിനിയോഗം എന്ന നിലയ്ക്ക് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ SP അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മധു, വെറും അധികാര ദുർവിനിയോഗമല്ല, മനുഷ്യത്വരഹിതമായ അധികാര ദുർവിനിയോഗമാണ് അന്ന് പത്തനംതിട്ടയിൽ കണ്ടത്. പത്തനംതിട്ട മുൻ ജില്ലാ പോലീസ് മേധാവി കൂടിയാണ് SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായ VG വിനോദ് കുമാർ. VG വിനോദ് കുമാർ പത്തനംതിട്ടയിലൂടെ സ്വകാര്യ കാറിൽ സഞ്ചരിക്കുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. മാത്രമല്ല, അന്ന് VG വിനോദ് കുമാറിന്റെ കാർ ഓടിച്ചിരുന്നത് ഒരു പോലീസുകാരൻ കൂടിയാണ്. അപ്പോൾ സ്വന്തം വാഹനം, സ്വകാര്യ വാഹനം ഈ ഔദ്യോഗിക ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ, പോലീസ് CPOയെ കൊണ്ട് ഓടിക്കരുത് എന്നുള്ള ചട്ടം കൂടി ലംഘിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ ആ യാത്ര. ആ വാഹനമാണ് ഒരു നേപ്പാൾ സ്വദേശിയെ ഇടിച്ചു തെറിപ്പിക്കുകയും ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. രായ്ക്ക് രാമാനം ഈ ഉന്നത ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ വേണ്ടി അവിടെയുണ്ടായിരുന്ന ലോക്കൽ പോലീസ് ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആളെ പ്രതിയാക്കി ഒരു കേസ് അങ്ങ് രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്തത്. ഇതിലാണിപ്പോൾ നടപടിക്ക് ശുപാർശ നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം റേഞ്ച് DIG അജിത ബീഗമാണ് 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കുള്ള ശുപാർശ IG-ക്ക് സമർപ്പിച്ചത്. അതിൽ ഈ കാറിൽ സഞ്ചരിച്ച അപകടപ്പെട്ട കാറിലുണ്ടായിരുന്ന SP VG വിനോദ് കുമാർ, തിരുവല്ല DYSP നന്ദകുമാർ, SHO സന്തോഷ്, ഈ 3 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നുള്ള ശുപാർശയാണ് നൽകിയിരിക്കുന്നത്. അത് പത്തനംതിട്ട SP നൽകിയ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് അങ്ങനൊരു ശുപാർശ നൽകിയത്. ആ ശുപാർശ ദക്ഷിണമേഖല IG ശ്യാം സുന്ദർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട്. അടുത്ത് തന്നെ നടപടിയുമായി ബന്ധപ്പെട്ട തീരുമാനം സംസ്ഥാന പോലീസ് മേധാവി എടുക്കുമെന്നാണ് സൂചന. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. VG വിനോദ് കുമാറിന്റെ സ്വകാര്യ വാഹനം, അതും ഔദ്യോഗിക ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ ഓടിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് അന്ന് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി അയാൾക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നതിനിടെയാണ് അലക്ഷ്യമായി ഈ അപകടം ക്ഷണിച്ചു വരുത്തി എന്ന കുറ്റം ചുമത്തി അയാൾക്കെതിരെ കേസെടുത്തത്.